രണ്ടുപേരെ ഹനീനെയും റോഷൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കാണ്. രണ്ടുപേരും ഈ സോങ്ങിൽ തന്നെ എത്തട്ടെ. എല്ലാവരും ചേർന്ന് let me welcome the one and only the very beautiful Hani Rose on stage and also the very handsome Roshan on stage. രണ്ടുപേരെയും ഈ ഒരു വേദിയിലേക്ക് ഒത്തിരി സ്നേഹത്തോട് കൂടി തന്നെ സ്വാഗതം ചെയ്യുകയാണ്. Ladies and gentlemen. സൂപ്പർ സൂപ്പർ. എനിക്ക് തോന്നുന്നു ഈ സോങ് ആദ്യമായിട്ടായിരിക്കും നമ്മുടെ മുമ്പിൽ ഡാൻസ് ചെയ്ത്. നമുക്ക് ഇവർക്കൊരു ഫോട്ടോ ഇവിടെ കൊടുക്കാം. നിങ്ങൾ രണ്ടുപേരും നിന്ന് ഇവർക്കൊരു ഫോട്ടോ കൊടുക്കണേ. ഡാൻസ് ചെയ്ത ഒരു കുട്ടി താഴേക്ക് ഒരു ഫോട്ടോയ്ക്കുള്ള സമയമാണ്. എല്ലാവരും കൂടെ ചേർന്ന് നിൽക്കുക. ആൻഡ് ഇവിടെ കൊറിയോഗ്രാഫറിനെ കൂടെ ഒന്ന് സ്റ്റേജിലേക്ക് വിളിക്കണം. പെട്ടെന്ന് ഒന്ന് സ്റ്റേജിലേക്ക് വരണേ. സൈമൺ, അദ്ദേഹത്തെ കൂടെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാണ്. പെട്ടെന്നൊന്ന് സ്റ്റേജിലേക്ക് വരിക. ഇത്രയും മനോഹരമായൊരു റൊമാൻറ്റിക് സോങ് ഇവിടെ ഹണി നമ്മളുടെ റീച്ചൽ ടീമിന് വേണ്ടി കൊറിയോഗ്രാഫി ചെയ്ത ആളാണ്. സോ ആളെയും ഒത്തിരി സ്നേഹത്തോടെ ആൻഡ് ഇത്രയും അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത നമ്മളുടെ കുട്ടീസിന് ഒരു ബിഗ് 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 താങ്ക് യു. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. ഗംഭീരമായിട്ട് ഡാൻസ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിച്ചു അവരുടെ കൂടെ വന്ന് ഇവിടെ നിൽക്കുമ്പോ എന്തായാലും ഒരു ഡാൻസ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. ഇവർ രണ്ടുപേരും വേറെ ഡാൻസ് പ്രാക്ടീസ് ചെയ്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണില്ല അല്ലേ? അപ്പൊ കുഴപ്പമില്ല. അത് കൊടുക്കാമെന്ന് ധൈര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അലിക്ക, നമ്മൾ തുടങ്ങുന്നതിന് മുന്നേ എല്ലാവർക്കും വീഡിയോസ് എടുക്കേണ്ടതാണ്. അപ്പം ഇവിടെ ഈ സൈഡിൽ നിൽക്കുന്ന എല്ലാവരും ഫ്രണ്ടിൽ നിൽക്കുന്ന എല്ലാവരും ഒന്ന് ഇരിക്കുക. നമ്മുടെ ബാക്കിലൊക്കെ മീഡിയ സുഹൃത്തുക്കളുണ്ട്. എല്ലാവരും നമ്മുടെ കൂടെ ഒന്ന് സഹകരിക്കണം കേട്ടോ, പ്ലീസ്. ഹണി കണ്ടില്ലേ, ക്രൗഡ് കണ്ടില്ലേ? അവിടെയൊക്കെ കെട്ടിടത്തിന്റെ മുകളിലൊക്കെ ഉണ്ട്. ഹായ്, സുഖാണോ? ഹായ് ഹായ് ഹായ്. ഏയ് കാണോ, എന്തുണ്ട് വിശേഷങ്ങള്? സുഖം. ഞങ്ങക്ക് ഈ ലൈറ്റിംഗ് കൂടെ അടിച്ചിട്ടേ നിങ്ങളൊന്നും മര്യാദയ്ക്ക് മുഖം കാണാൻ കഴിയുന്നില്ല. അത് ഞാൻ ഇങ്ങനെ നോക്കിയത്. ഹണി, വളരെ സന്തോഷമുള്ള മുഹൂർത്തത്താണ് നമ്മളല്ലേ? ഭയങ്കര സന്തോഷം ചേട്ടാ, ഒത്തിരി സന്തോഷം. കാരണം നമ്മുടെ റേച്ചൽ മൂവി 12-ാം തീയതി റിലീസ് വരികയാണ്. ആൻഡ് ഞങ്ങളുടെ ഇൻവൈറ്റ് സ്വീകരിച്ചത് അത്രയും സ്നേഹത്തോടെ നിങ്ങൾ ഇവിടെ എത്തിച്ചേർന്നതിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. പടം എനിക്ക് തോന്നുന്നു കുറച്ചു നേരമായിട്ട് നമ്മളതിനെ പടത്തെ പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്യൂട്ടിഫുൾ ആയിട്ട് സിനിമ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടൊരു ടൈറ്റിൽ കഥാപാത്രം ചെയ്യാണ്. ഒരു ഇറച്ചി വെട്ടുകാരിയായിട്ട് വരുന്ന സിനിമയാണ് റേച്ചൽ. വളരെ ശക്തമായിട്ടുള്ള കുറേ ലേയേഴ്സും ഷെയ്ഡ്സും ഒക്കെയുള്ള, ഇതുവരെയും ഞാൻ ചെയ്തു എന്നല്ല, മലയാള സിനിമയിൽ നമ്മളിങ്ങനെ ഒരു കഥാപാത്രമോ അല്ലെങ്കിൽ കഥാപശ്ചാത്തലമൊന്നും കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാൻ കഴിയും. അത്രയും വ്യത്യസ്തമായ ഒരു സിനിമയാണ്. ഒരു 1970s ഒക്കെ ഒരു കാലഘട്ടം പറയുന്ന സിനിമ. അപ്പം അതിൻ്റെ കഥാപാത്രങ്ങളൊക്കെ അത്രയും റിയലിസ്റ്റിക് ആയിട്ടും റോ ആയിട്ടും ഭയങ്കര ഒതൻറ്റിക് ആയിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. വിഷ്വലി ഒക്കെ നമ്മൾ എടുത്തു വെച്ചേക്കുന്നതും അങ്ങനെയാണ് മൂവി. ഒരു ഫുൾ ഓൺ എൻ്റർടൈനർ തന്നെയായിരിക്കും ഈ സിനിമ. ആൻഡ് ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ്. പക്കാ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയിരിക്കുമ്പോൾ ഇനി എന്താണ് സംഭവിക്കുന്നത്, ആരാണ് എന്താണെന്നൊക്കെയുള്ള ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടി കണ്ടിരിക്കാൻ കഴിയുന്ന റിവെഞ്ച് ആൻഡ് ആക്ഷനൊക്കെ പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു സിനിമയായിരിക്കും റേച്ചൽ. ചേട്ടൻ പോയാ? ഓ, ഫോൺ കോളാണോ? ശരി ശരി. ലാലിക്ക് എപ്പോഴും അങ്ങനെയാണ്. ഒരു കാര്യത്തിനുള്ള ഒരു 100 കാര്യം ഹാൻഡിൽ ചെയ്യാനാണ്. ആൻഡ് ഈ സിനിമയിലേക്ക് വന്നതും അല്ലെങ്കിൽ ഈ സിനിമയുടെ കഥാപാത്രത്തെ കുറിച്ചൊക്കെ ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു കഴിഞ്ഞു. എന്നിരുന്നാലും ഇത് തിയേറ്ററിലേക്ക് എത്തുമ്പോൾ ഹണീനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ എക്സൈറ്റിംഗ് ഫാക്ടർ എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ എന്താ മറുപടി പറയാനുള്ളത്? ഒരു ഫാക്ടർ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ദ ഹോൾ മൂവി തന്നെ എനിക്ക് പറയേണ്ടി വരും. കാരണം ഞാൻ ഈ സിനിമയുടെ ഹണി ചേച്ചിയുടെ ഫ്രണ്ട്സ് അവിടെ ഉണ്ട്. ഒരു ഹായ് പറയാൻ പറഞ്ഞു. ഞങ്ങളെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല ഞങ്ങളെ? അശോ, ഇപ്പോ ട്രെയിലർ ഇഷ്ടായോ?
ഇഷ്ടായി? എന്തോ ഇത്തിരി നേരം സംസാരിച്ചിട്ട് ഓടി വരാം. ശരി. ഹായ് ഹായ്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞിട്ടിരുന്നേ? ഈ സിനിമയിലെ ഒരു എക്സൈറ്റിംഗ് ഫാക്ടറിനെ പറ്റി. അതെ അതെ. അപ്പൊ ഒരു ഫാക്ടർ ഒന്നും പറയാൻ പറ്റില്ല. ആനന്ദിനെയാണ് മൂവി ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ആനന്ദിന്റെ ഡെബ്യൂ മൂവിയാണ്. രാഹുൽ മനപ്പാട്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ ഇത്രയും ദിവസം ഞങ്ങൾ പ്രൊമോഷൻ പോയിട്ടും ഫസ്റ്റ് ടൈമാണ് ഞങ്ങളൊന്ന് കാണാൻ കിട്ടുന്നത് ഷൂട്ടിന്റെ ടൈം കഴിഞ്ഞിട്ട്. ഒത്തിരി സന്തോഷം. അദ്ദേഹം എഴുതിയ ഒരു കുഞ്ഞി പയ്യനാണ്, കാണുന്ന പോലത്തെ അത്രയും ഏജൊന്നും ഇല്ല, കൊച്ചു പയ്യനാണ്. അദ്ദേഹം എഴുതി ഒത്തിരി അംഗീകാരങ്ങൾ നേടിയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറി ആയിരുന്നു. അതാണ് പിന്നീട് ഒരു മൂവിയായിട്ട് എന്താ പറയുക നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തത്. ആൻഡ് അതിലെ കഥാപാത്രങ്ങളൊക്കെ അത്ര ഇൻറ്റൻസ് ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ്. നമ്മൾ ഇദ്ദേഹം തന്നെ എഴുതിയതാണോ എന്ന് പോലെ നമ്മൾ ചിന്തിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറി ആയിരുന്നു അത്. ആൻഡ് അത് ബ്യൂട്ടിഫുള്ളി ഒരു സിനിമയായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ ആനന്ദിനിക്കും കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് രാഹുലും ഷൈൻ സാറും ചേർന്നിട്ടാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഷൈൻ സാറിനെ പോലെ അത്രയും പ്രഗത്ഭനായ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡയറക്ടർ നമുക്ക് എല്ലാവർക്കും ഒരു ഹ്യൂജ് സപ്പോർട്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഗൈഡൻസ് ത്രൂ ഔട്ട് ഫ്രം ദ ബിഗിനിങ് ടു ടിൽ ദ എൻഡ് ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ആക്ടിങ്ങിൻ്റെ കാര്യത്തിലായാലും ഡയലോഗ് ഡെലിവറിയുടെ കാര്യത്തിലായാലും ഒക്കെ അദ്ദേഹം ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. പിന്നെ ഈ പറഞ്ഞതുപോലെ ആദ്യത്തെ ഒരു വനിതാ സംവിധായികയുടെ കൂടെയുള്ള ഒരു വർക്കാണ് റീച്ചൽ. ഇതിനു മുമ്പ് പലരും ഈ ഇൻഡസ്ട്രിയിലേക്ക് വരാൻ ശ്രമിക്കുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊരു ഹ്യൂജ് ടാസ്ക്കാണ്, പ്രത്യേകിച്ചും ഒരു സ്ത്രീക്ക് മുമ്പോട്ട് വരാനായിട്ട്. ആൻഡ് അത് എന്താ പറയുക, അതിൽ ആനന്ദിനി വിജയിച്ചു എന്ന് തന്നെ പറയാം. അത് ഇത്രയും എന്താ പറയുക സ്ട്രോങ് ആയിട്ടുള്ള ഒരു സിനിമ എടുത്തുകൊണ്ട് മുമ്പോട്ട് വന്നു. ആൻഡ് അത് ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തു എന്നൊക്കെ ഉള്ളത് നമുക്ക് ആനന്ദിനിയുടെ ഒരു ധൈര്യം തന്നെയാണ്. അതിനെ കൺഗ്രാജുലേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം ഒരു ഡയറക്ടർ, ഒരു പ്രൊഡ്യൂസർ, ആക്ട്രസ് എല്ലാവരും സ്ത്രീകളാണ്. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു സ്ത്രീപക്ഷ സിനിമ അല്ല എന്നുള്ളതാണ്. അങ്ങനെ തന്നെയല്ലേ? തീർച്ചയായിട്ടും അത് സ്ത്രീപക്ഷ സിനിമ എന്നുള്ളതല്ല. ഇതൊരു എന്താ പറയുക, അങ്ങനെ ഒരു ടാഗ് ലൈൻ ഇതിന് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ഒരു പുരുഷൻ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമയെ നമ്മൾ ഒരു പുരുഷൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ വരുന്നതെന്ന് നമ്മൾ പറയുന്നില്ലല്ലോ. ഇല്ല. കാരണം ഇക്വാളിറ്റി എന്ന് പറയുന്നത് എന്താ പറയുക, സ്ത്രീ എന്ന് പറഞ്ഞ് നമ്മൾ വീണ്ടും ആ ടാഗ് ലൈൻ എടുത്ത് ഗ്ലോറിഫൈ ചെയ്യേണ്ട ഒരു വിഷയമല്ല. പുരുഷൻ ചെയ്യുന്നത് പോലെ തന്നെ സ്ത്രീയും ഇവിടെ സിനിമകൾ ചെയ്യണം. അതിനുള്ള സ്പേസ് ഉണ്ട്. അങ്ങനെ നല്ല സിനിമകൾ വരണം. അതപ്പോൾ ഒരു സൈഡ് മാത്രം ഗ്ലോറിഫൈ ചെയ്ത് പറയേണ്ട കാര്യമില്ല. ഇതൊരു ബ്യൂട്ടിഫുൾ സിനിമയാണ്. നിങ്ങൾക്ക് 100% സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു സിനിമയാണ് റീച്ചൽ. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു ടാഗ് ലൈൻ്റെ ആവശ്യമില്ല. ഇല്ല, അങ്ങനെ പറയും സ്ത്രീപക്ഷ സിനിമയല്ല എന്ന് പറയുന്നില്ല. ഹണി എല്ലാവരും ഈ പറഞ്ഞല്ല, പുരുഷപക്ഷമില്ല, സ്ത്രീപക്ഷമില്ല. ഇതൊരു സിനിമയാണ്. ഫാമിലിക്ക് മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കുന്ന സിനിമയാണ് റേച്ചൽ. അപ്പൊ നമുക്ക് നമ്മുടെ പ്രൊഡ്യൂസറെ കൂടെ ഒന്ന് വിളിക്കണമല്ലോ. മഞ്ജുവിടെ ഈ സമയത്ത് സ്റ്റേജിൽ വേണ്ട. മഞ്ജു ബാദുഷയെ നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ രണ്ടുപേരും ഒന്ന് സ്റ്റേജിലേക്ക് ക്ഷണിക്കണം. രണ്ടുപേരും. ഹണി ഇതുവരെ സ്ക്രിപ്റ്റ് റൈറ്ററെ കണ്ടില്ലായിരുന്നു അല്ലേ? ഞാൻ സിനിമ ഡയറക്റ്റ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിനെ കണ്ടതാണ്. ഇടയ്ക്ക് അവിടെയൊക്കെ കാണാറുണ്ട്. പിന്നെ ഒരു പോക്കങ്ങ് പോയി. ഇനിയിപ്പോ എത്ര ദിവസമായി 10-15 ദിവസം ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ ഒരു പൊടി പോലെ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് അറിയുന്നത് പേടിച്ചിട്ടാണെന്ന്. പേടിച്ചിട്ടാണോ? ചുമ്മാ നിങ്ങൾ തള്ളിയതാണ്. പക്ഷെ ഹണി നമ്മുടെ നാട്ടുകാരനാണ് എന്ന് വെച്ചാൽ ഈ നാട്ടുകാരനായ ഒരാളാണ് ഇനി അടുത്തത് നമുക്ക് പരിചയപ്പെടുത്താനുള്ളത്. അതെ, അതൊരു അതാണ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എങ്കിലും പറയണ്ടേ? പറയണമെന്നേ ഉള്ളൂ. എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഓടിക്കളിച്ച് വളർന്നു നടന്ന ഒരാളെന്ന് തന്നെ പറയേണ്ടി വരും അല്ലെ റോഷൻ? അങ്ങനെയല്ലേ പറയേണ്ടത്? ഇപ്പം നാട്ടുകാരുടെ മുമ്പിൽ ഒരു അഭിനേതാവിനെ അല്ലെങ്കിൽ ഏതൊരു കലാകാരനെ സംബന്ധിച്ചും സ്വന്തം നാട്ടുകാരുടെ മുമ്പിൽ ഒന്ന് നിൽക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഒരു കയ്യടി വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു അഭിമാനം എന്ന് പറയുന്നത് വേറെ ലെവലാണ്. അപ്പൊ അലിക്ക, അടുത്തത് തീർച്ചയായിട്ടും റീച്ചലിന്റെ സ്വന്തം നിക്കോളാസ്. റീച്ചലിന്റെ സ്വന്തം പ്രേമിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ച നിക്കോളാസിനോട് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ നമ്മുടെ സ്വന്തം, നിങ്ങളുടെ സ്വന്തം, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട റോഷൻ ഒരു കയ്യടി കൊടുക്കാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? ദൃശ്യം സിനിമയൊന്നും മുങ്ങിയതാണ്, ഇവിടെയാണ് പൊങ്ങിയിരിക്കുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ കമന്റ് കണ്ടത് അതാണ്. ഞാനും അലിക്കയും സംസാരിക്കായിരുന്നു. ദൃശ്യത്തിൽ മുങ്ങിയ വരുൺ മരിച്ചിട്ടില്ല, റീച്ചലിലൂടെ വീണ്ടും വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ വരുൺ ആയിട്ടല്ല, നിക്കോളാസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. പറയൂ റോഷൻ, എന്തൊക്കെയാണ്? എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര സന്തോഷം. കാരണം എൻ്റെ നാട് കുറ്റ്യാടിയാണ്. പലർക്കും അറിയായിരിക്കും. ഞാൻ പഠിച്ചത് വട്ടോളിയാണ്. തൊട്ടപ്പുറം 1 കിലോമീറ്റർ അപ്പുറമുള്ള സ്റ്റേഷനിലാണ് പഠിച്ചത്. കക്കട്ട് എന്നെല്ലാം പറയുന്നത് ഇവിടെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന വട്ടോളി പഠിക്കുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് സന്തോഷ് ബേക്കറി ഉണ്ട് വട്ടോളി. അവിടെ പപ്സ് കിട്ടിയില്ലെങ്കിൽ, ഉച്ചയ്ക്ക് പപ്സ് കിട്ടിയില്ലെങ്കിൽ ഇവിടുന്ന് ഞങ്ങൾ അവിടുന്ന് ഓട്ടോറിക്ഷ എടുത്തിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ പപ്സ് കഴിക്കുമായിരുന്നു.
അപ്പോൾ ഒരുപാട് മെമ്മറീസാണ് കക്കട്ടിൽ വരുമ്പം. ഇത്രയും ജനങ്ങൾ നമ്മളെ കാത്തിരിക്കും എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. റിയലി ഹോണർ. എൻ്റെ ഫാമിലി എല്ലാവരും ഇവിടെ ഉണ്ട്. നിങ്ങളുടെയൊക്കെ മുന്നിൽ ഒരു വലിയൊരു സിനിമയുടെ വിശേഷമായിട്ട് വരാൻ പറ്റിയതിൽ ഡബിൾ സന്തോഷം. എന്തായാലും നമ്മുടെ റീച്ചൽ, മഞ്ജു ചേച്ചി, പിന്നെ നമ്മുടെ റൈറ്റർ രാഹുൽ, ഇവരുടെ കൂടെയൊക്കെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റിയതിലും വളരെ സന്തോഷം. രാഹുൽ, എനിക്ക് തോന്നുന്നു ഞങ്ങളന്ന് ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത് പോയിട്ട് പിന്നെ കാണുന്നത് ഇന്നാണ്. കാരണം ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ പല സ്ഥലങ്ങളിലും പ്രൊമോഷനിൽ പോയിട്ടുണ്ടെങ്കിലും രാഹുൽ പല സ്ഥലങ്ങളിലും പല കാര്യവും പറഞ്ഞ് മുങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് നമ്മളുടെ കൂടെ ഉണ്ടാവുന്ന വിചാരിക്കും അല്ലേ. അപ്പം സിനിമ എന്തായാലും 12-ന് ഇറങ്ങുകയാണ്. ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമയാണ്. ഞങ്ങളെല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ട് പ്രയത്നിച്ചൊരു സിനിമ കൂടിയാണ്. ഇവിടെ വേറൊരാളുണ്ടല്ലോ ഇതേ നിൽക്കുന്നത്, നമ്മുടെ എക്സിക്യൂട്ടീവ് പ്രിജിൻ ഭായ്. അപ്പോൾ ഒരുപാട് സപ്പോർട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും 12-ന് നിങ്ങളെല്ലാവരും സിനിമ കാണണം. ഈ സ്നേഹം അവിടെയും കാണിക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അവിടെ നമ്മൾ അറിയിക്കണം. റിയലി താങ്ക്ഫുൾ. പപ്സ് തിന്നാൻ ഓട്ടോ വിളിച്ചിവിടെ വന്നു. ഞങ്ങൾ ഇവിടെ വന്നു, ഞങ്ങൾക്ക് പപ്സ് ഇല്ലേ? നിങ്ങൾക്ക് അടിപൊളി ബിരിയാണി തരാം. അതെ, ചോദിക്കണമല്ലോ. നമ്മളെല്ലാവരെയും റോഷന്റെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അതല്ലേ നമ്മളെ മാത്രം എല്ലാവരും എങ്ങനെയാ ഒന്ന് കറക്റ്റ് പറയണം അല്ലേ? പിന്നെ തീർച്ചയായിട്ടും കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ റോഷ, എന്തായാലും ഈ ക്രൗഡ് കാണുമ്പോൾ തന്നെ അറിയാം, നമ്മുടെ ഈ ഗ്രാമത്തിൽ ഈ ക്രൗഡ് കാണുമ്പോൾ തന്നെ നമ്മുടെ സിനിമ എത്രമാത്രം സ്നേഹിക്കുന്നു. ഈ സമയമായിട്ടും 6 മണി തൊട്ട് ഈ ആളുകൾ ഇവിടെ നിൽക്കുകയാണ് നമുക്ക് വേണ്ടി. 4 മണി മുതലല്ലേ, 4 മണി മുതൽ നമ്മുടെ സന്തോഷ് സൂര്യാണ് പറഞ്ഞത്, നമ്മുടെ പ്രോഗ്രാം എല്ലാം ഇവിടെ ഏൽപ്പിച്ച അദ്ദേഹം തന്നെ 4 മണി തൊട്ടുണ്ടല്ലേ. അതാണ് ഈ സിനിമയോടുള്ള സ്നേഹം, ആ നാട്ടുകാരുള്ള സ്നേഹം. നമുക്ക് മനോഹരമായ നമ്മുടെ സിനിമയുടെ ഒരു ഗാനം കാണിക്കാം ആദ്യം അല്ലേ. നമ്മുടെ ഒരു സോങ് നമുക്കൊന്ന് കാണാം. ഇവർ രണ്ടുപേരും ചേർന്ന് അഭിനയിച്ച സോങ്. മറ്റേ വൈനൊക്കെ സിപ്പ് ചെയ്യുന്നത് പോലെ അങ്ങനെ ചെറുതായിട്ടൊന്ന് സിപ്പ് ചെയ്ത് കൊള്ളാം സിപ്പം അങ്ങനെയൊക്കെ മതി. പിന്നീട് ഷോട്ട് കട്ട് ചെയ്തിട്ട് പറഞ്ഞു അങ്ങനെയല്ല, ചാരായം കുടിക്കുമ്പോൾ അതിങ്ങനെ എരിഞ്ഞ് ഇറങ്ങിപ്പോണം, അങ്ങനെ ആയിരിക്കണം അതിൻ്റെ എക്സ്പ്രഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയോ വന്നതാണ്. ദൈവാനുഗ്രഹം കൊണ്ട് അത് ശരി, ഭയങ്കര എക്സ്പ്രഷൻ ആയിരുന്നല്ലോ. പക്ഷെ അത് നമ്മളോട് പറഞ്ഞു തരുന്ന ഡയറക്ടർ ആയിരുന്നോ ആരായിരുന്നു ഇങ്ങനെ എരിഞ്ഞു പോകണമെന്ന്? ഡയറക്ടറോട് ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതിലൂടെ പറയണല്ലോ നമുക്ക്. ഒരു വനിതാടെ ഡയറക്ടറോട് ആരോ പറഞ്ഞു കൊടുത്തു. റോഷന് കുടിക്കേണ്ട ഒന്നില്ല അല്ലേ? എനിക്ക് കുടിക്കണം. ഇല്ല, ഞാനതില് നിറച്ചും വെള്ളം കുടിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ചാരായം കുടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അല്ലേ? പക്ഷെ ഈ ഇറച്ചി വെട്ട് കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത് ഭയങ്കര എക്സ്പീരിയൻസ് വേണം അല്ലേ? അതിന്റെ ഒരു പ്രാക്ടീസ് എങ്ങനെയായിരുന്നു? റിഹേഴ്സൽ ഉണ്ടായിരുന്നു? നമ്മൾ ഈ കഥാപാത്രം പറയുമ്പോൾ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ ഇതുവരെയും ചെയ്തിട്ടുള്ളതല്ല എന്നുള്ളത് വ്യക്തമാണ്. അപ്പൊ അതിലൊന്നാണ് ഇറച്ചി വെട്ടുക എന്നുള്ളത്. ഇവരുടെ അപ്പൻ ഫാമിലിയൊക്കെ ആയിട്ട് ഇത് വർഷങ്ങളായി ചെയ്യുന്ന ഒരു തൊഴിലാണ്. അപ്പൊ അത് ഇറച്ചി വെട്ടി തന്നെ പ്രാക്ടീസ് ചെയ്യണം. ഞങ്ങളൊരു ഇറച്ചിക്കടയിൽ പോയി ആ ചേട്ടൻ ഇങ്ങനെ ഇറച്ചി വെട്ട് പഠിപ്പിച്ചു തന്നു. ഒരാഴ്ചത്തോളം പ്രാക്ടീസ് ഉണ്ടായിരുന്നു. ഈവൻ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സെറ്റിലൊരു ചേട്ടനുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പ്രസൻസ് ഉണ്ട്. അപ്പൊ എന്തെങ്കിലുമൊക്കെ അതുണ്ടെങ്കിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞു തരും, അങ്ങനെയല്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇതിനകത്ത് നാടൻ തോക്ക് യൂസ് ചെയ്യുന്നുണ്ട്, അതെങ്ങനെ കൈകാര്യം ചെയ്യണം അതിനുണ്ടായിരുന്നു ഒരു പ്രാക്ടീസ് സെക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, അത് നല്ല വെയിറ്റാണ്, 3-4 കിലോ വെയിറ്റ് ആണ്. അപ്പം കണ്ടിന്യൂസ് അതിങ്ങനെ എടുത്ത് കറക്റ്റ് ഇവിടെ ഈ പൊസിഷനിൽ വെച്ചിട്ട് അത് ഷൂട്ട് ചെയ്യുന്നത് ഇങ്ങനെ കണ്ടിന്യൂസ് കുറേ നേരം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ കൈയൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് പെയിൻ എടുക്കാൻ തുടങ്ങും, നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതിനു വേണ്ടി പിന്നെ ഒരു ജീപ്പ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ആ ജീപ്പ് അത് പഴയ കാലത്തെ ജീപ്പ്, അത് ഇങ്ങോട്ട് പിടിച്ചാൽ അങ്ങോട്ട് പോകും, മറ്റേ പവർ സ്റ്റിയറിംഗ് ഒന്നും അല്ല. അത് ഓടിച്ച് കുറച്ച് ദിവസം നടന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ജീപ്പ്, ഭയങ്കര കംഫർട്ടായിരുന്നു അത് ഓടിക്കാനായിട്ട്. പിന്നെ നല്ല നാടൻ തല്ലുണ്ട്, അത് ഫസ്റ്റ് ടൈമാണ് ഒരു സിനിമയിൽ ചെയ്യുന്നത്. രാജശേഖർ മാസ്റ്റർ ആയിരുന്നു അത് കമ്പോസ് ചെയ്തത്. ആൻഡ് ബ്യൂട്ടിഫുള്ളി അദ്ദേഹം ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ഫൈറ്റ് ഷൂട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അതിൽ അടി കിട്ടിയേക്കുന്നൊക്കെ അത്യാവശ്യം നന്നായിട്ട് മേടിച്ചു കൂട്ടിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. റൊമാൻസ് ഒക്കെ ഇപ്പൊ പാർട്ടി സീനിൽ കണ്ടിരുന്നു കേട്ടോ, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. റോഷൻ എപ്പോഴും റൊമാൻസ് കൂടുതലുള്ള ഒരു കമന്റ് ഞാൻ അതിൽ കേട്ടായിരുന്നു. ഇപ്പൊ ഈ പാട്ടില് ഭയങ്കര റൊമാൻസും ഭയങ്കര കാര്യങ്ങളൊക്കെയാ. എന്താ ചോദിക്കാൻ വന്നാലും എന്തെങ്കിലും എന്ന് പറയുവാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു സന്തോഷമാണ്. റോഷൻ നമ്മൾ ഇതുവരെയും അദ്ദേഹത്തെ കണ്ടിട്ടില്ലാത്ത ഒരു ഗെറ്റപ്പിലാണ് അദ്ദേഹത്തെ കാണുന്നത്. ദൃശ്യം മൂവി അദ്ദേഹം അത്രയും ബ്യൂട്ടിഫുൾ ആയി ചെയ്തു വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു എല്ലാ ആളുകളുടെയും മനസ്സിൽ ഒരു വരുൺ എന്ന ഒരു കഥാപാത്രം ഇങ്ങനെ പതിഞ്ഞിരിക്കുകയാണ്. സോ അതിൽ നിന്ന് ഡെഫിനറ്റ്ലി ഒരു മാറ്റമായിരിക്കും റേച്ചലിൽ വരുമ്പം, റേച്ചലിലെ നിക്കോളാസ്. ആൻഡ്
വരുന്നു. റോഷൻ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് ചെയ്തിട്ടുണ്ട്. മൈന്യൂട്ട് എക്സ്പ്രഷൻസ് ഒക്കെ ആയാലും റോഷൻ്റെ ഈ ഇത്രയും ഗ്ലാമർ നമുക്ക് ആ സിനിമയിൽ ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ കുറച്ച് സ്കിന്നൊക്കെ ഒന്ന് കുറച്ച് ഡൾ ചെയ്ത് ആ ഒരു ക്യാരക്ടറിന് ആപ്റ്റായിട്ടുള്ള ഒരു ലുക്കായിരുന്നു കൊടുത്തത്. എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ റോഷനെ കാണുന്നതിലും സുന്ദരനായിട്ട് എനിക്ക് ആ ഒരു ലുക്കിലുള്ള റോഷനെ ഫീൽ ചെയ്തു. നിക്കോളാസ് എന്താണോ അത് പെർഫെക്റ്റ് ആയിട്ട് അദ്ദേഹം പോർട്രേ ചെയ്തിട്ടുണ്ട് സ്ക്രീനിൽ ബ്യൂട്ടിഫുൾ ആയിട്ട്. പിന്നെ അതേപോലെ എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് റീച്ചൽ ഹണിയായിട്ടായിരുന്നു ഈ സിനിമയിൽ. അപ്പം കൂടുതലും നമ്മളെ മൈന്യൂട്ടായിട്ടുള്ള കുറച്ച് പരിപാടികളാണ്, അതായത് സ്ഥിരം കാണാത്ത പ്രണയരംഗങ്ങളല്ലാതെ കുറച്ച് നമ്മളതായ കുറേ കാര്യങ്ങൾ ഇതിൽ ആനന്ദിനി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ രാഹുലിൻ്റെ പരിപാടി എഴുത്തും കൂടി ആയതോടെ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ. തീർച്ചയായിട്ടും എല്ലാം നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇനിയിപ്പം 12-ാം തീയതി നിങ്ങളാണ് ലാസ്റ്റ് വേർഡിക്റ്റ് തരേണ്ടത്. അപ്പോൾ എല്ലാവരും സിനിമ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും സിനിമ കാണുന്ന കാര്യം ഒന്നും കൂടി ഓർമ്മ. ഡിസംബർ 12-ാം തീയതിയാണ് രാവിലത്തെ ഷോയ്ക്ക് പോകണം. അത് കണ്ടിട്ട് വന്നതിന് അടുത്ത ആളോട് പറഞ്ഞ് ഞങ്ങൾ കണ്ടു, ആ സിനിമ ഇഷ്ടപ്പെട്ടു, അടുത്ത ആളെയും കൂട്ടി പോകണം. പിന്നീട് അടുത്ത ഷോയിൽ കണ്ട് പിറ്റേ ദിവസം ഒന്നും കൂടെ പോയി കണ്ടിട്ട് സിനിമ ഒന്നും കൂടെ പഠിക്കണം. അങ്ങനെയാണ് സിനിമ കാണേണ്ടത്. നമ്മൾ സിനിമ ഒറ്റ സിനിമ കണ്ടാകൊണ്ട് അങ്ങനെ എല്ലാ സിനിമയും അതെ അപ്പോഴല്ലേ നമുക്ക് ആ സിനിമയോടുള്ള ഒരു പ്രിയം കയറുള്ളൂ. അത്തരമൊരു സബ്ജക്റ്റാണ് ഈ സബ്ജക്റ്റ്. ഫാമിലി ആയിട്ട് തന്നെ കാണണം. അത് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് ഈ സിനിമ. ആ രീതിക്കാണ് സിനിമ നമ്മൾ മേക്ക് ചെയ്തിരിക്കുന്നത്, അത് മറക്കരുത്. പക്ഷെ ഇനി നമുക്ക് രണ്ടുമൂന്ന് എന്താണ് പറയാൻ? അല്ല, ഞാൻ കുറെ നേരമായിട്ട് ശ്രദ്ധിക്കുകയാണ്. മഞ്ജു ചേച്ചിക്ക് എന്തോ പറയാറുണ്ട്. അപ്പുറം നിന്ന് രണ്ടുപേരും മൈക്ക് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ആരെങ്കിലും ഒന്ന് മൈക്ക് തരുമോ എന്നുള്ള എക്സ്പ്രഷനിൽ കുറെ നേരമായിട്ട് മഞ്ജു എന്തെങ്കിലും പറയാനുണ്ടോ? മഞ്ജു ചേച്ചി ആക്ച്വലി ഭയങ്കര എന്താ പറയാ, അല്ല ഒരു ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസറാണ്. എനിക്ക് തോന്നുന്നു ഇനി മലയാള സിനിമയിൽ മഞ്ജു ബാദുഷ എന്ന പേര് നമ്മൾ ഇനി ഇഷ്ടംപോലെ കേൾക്കാൻ പോവാണ് റീച്ചലിനപ്പുറം. അങ്ങനെ ഒത്തിരി സിനിമകളിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ ചേച്ചിക്ക് എന്താ പറയാനുള്ളത് നമുക്ക് നോക്കാം. എല്ലാവരും 12-ാം തീയതി സിനിമ കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ ഞങ്ങളെ ഈ പ്രോഗ്രാമിന് ഇവിടെ എല്ലാ സഹായം ചെയ്തു തന്ന സന്തോഷ് സൂര്യ, പുള്ളിക്ക് പ്രത്യേകം നന്ദി ഈ അവസരത്തിൽ പറയുന്നു. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ്, എല്ലാവരും പോയി സിനിമ കാണുക. പിന്നെ സിനിമ കാണുന്നത് എന്തായാലും പ്രൊഡ്യൂസർ പറഞ്ഞുകൊണ്ടേയിരിക്കണം, അതാണല്ലോ അതിന്റെ രീതി. പ്രൊഡ്യൂസറിന്റെ ഒരു എന്താ പറയാ കടമ അതാണ്. ഇപ്പൊ ഇനി സിനിമ ഇറങ്ങാൻ പോകുമ്പം എല്ലാവരോടും, പിന്നെ 12-ാം തീയതി മാത്രമല്ല അങ്ങോട്ട് സിനിമകളെ കണ്ട് നമ്മുടെ ഈ സിനിമയെ വിജയിപ്പിക്കണം അല്ലെ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ലൊരു അടിപൊളി മേക്കിങ്ങുമായിട്ടാണ് എൻറ്റയർ ടീം റീച്ചിൽ 12-ാം തീയതി വരാനായിട്ട് പോകുന്നത്. ഇതിന്റെ ഒരു ആഘോഷം ഈ മാളിൽ തന്നെ നമ്മൾ സംഘടിപ്പിക്കുന്നതായിരിക്കും, ഒരു സക്സസ് സെലിബ്രേഷൻ. അത് റോഷൻ നാട് കൂടിയാണല്ലോ, ഇവിടെ തന്നെ റോഷന്റെ നാടും സന്തോഷ്. ശരിക്കും ഞാൻ കുറ്റ്യാടി ചെറിയമ്പളം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് പേര് പരിചയമുള്ള ആരെങ്കിലും ഒക്കെ ഇവിടെ കാണണം. അതെ ഹായ്. ഞാൻ പഠിച്ചത് വട്ടോളിയിലാണ്, അതായത് ഇവിടുത്തെ ഒരു സ്റ്റോപ്പ് അകലെയായിരുന്നു പഠിച്ചത്. പിന്നെ നമ്മൾ സിനിമ കാണാൻ പോകുന്നത് വടകരയായിരുന്നു, കീർത്തിപുത്രയിലൊക്കെയാണ് നമ്മൾ സിനിമ കാണാൻ പോയിരുന്നത്. ഞാൻ എൻ്റെ +2 കഴിഞ്ഞപ്പോഴായിരുന്നു കൊച്ചിയിലേക്ക് മാറി താമസിക്കുന്നത്. എന്തായാലും നാടുമായിട്ട് ഈ സ്ഥലമായിട്ടൊക്കെ ഒരുപാട് മെമ്മറീസ് ഉണ്ട്. അങ്ങനെ ഇവിടെ വരാൻ പറ്റിയാലും നിങ്ങളൊക്കെ കാണാൻ പറ്റിയാലും ഒരുപാട് സന്തോഷം. വീണ്ടും സിനിമ ഇറങ്ങി സിനിമ ഹിറ്റടിച്ചിട്ട് വീണ്ടും വരാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കും. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആൻഡ് ഇപ്പോൾ നമ്മൾ ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമ്മളെല്ലാവരും ഇന്ന് ആരും പറഞ്ഞതല്ലെങ്കിൽ പോലും എല്ലാവരും അവിചാരിതമായിട്ട് എല്ലാവരും കറുപ്പും ഇട്ട് വന്നപ്പം അടി മാത്രം കുറച്ച് അല്ലെ വെറൈറ്റി ആയിട്ട് നിൽക്കുന്നുണ്ട്. എന്നെ പേടിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറ്റി, കളറും അങ്ങ് മാറ്റി. ഞാൻ ഒരു ചേട്ടന്, ഞാനും ചേട്ടനും കൂടി ഒരു ഇനോഗ്രേഷൻ ചെയ്തപ്പം ചാണകപ്പച്ച എന്തോ ഞാൻ കറുപ്പ് തന്നെയായിരുന്നു ഒരു സാരി, കറക്റ്റ് അതേ കളറില് അതേപോലെ ഗോൾഡ് വർക്ക് ഒക്കെ. എനിക്ക് നല്ല ഓർമ്മ, നമ്മള് തൃശ്ശൂർ ഒരു വർക്ക് ചെയ്തത്. അതെ, അത് പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് സൂക്ഷിക്കും. പുള്ളിയുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇതുപോലത്തെ ഒരു സാധനം വരില്ലേ എന്നുള്ള രീതിയിലാണ് ഞാൻ വരുന്നത്. കറക്റ്റ് ഞാൻ മാത്രം ഞങ്ങള് പ്ലാൻ ചെയ്തായിരുന്നു ഹണീനെ മാത്രം ഹൈലൈറ്റ് ചെയ്യാൻ. സത്യത്തിൽ അതാണ് ഞാൻ പറയാൻ വന്നത്. കൂട്ടത്തിൽ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് ഞങ്ങളുടെ ഹണി റോസ് ആണ്. അപ്പം ഹണി റോസ് ഇൻ ആൻഡ് ആസ് വരുന്ന റീച്ചിൽ എപ്പോഴും വ്യത്യസ്തമായിട്ട് തന്നെ നിൽക്കാൻ പറ്റട്ടെ. അടിപൊളിയായിട്ട് നമ്മുടെ സിനിമ വിജയകരമാകട്ടെ എന്നൂടെ ഈ വേദിയിൽ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. അതിന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെങ്കിൽ ഒന്ന് കൈയടിച്ച് എല്ലാവരും കൂടെ ചേർന്ന്. നമുക്കിനി നമ്മുടെ സ്പോൺസറിനെ ഒന്ന് വിളിക്കണമല്ലോ അല്ലേ. നമ്മുടെ പ്രോഗ്രാം ഇവിടെ കൊണ്ടുവന്ന സന്തോഷ് സൂര്യയെ സ്റ്റേജിലേക്ക് ഒന്ന് ക്ഷണിക്കുകയാണ്. നല്ല കൈയടി. അദ്ദേഹമാണ്
ഈ ഇവന്റ് ഇവിടെ സംഘടിപ്പിക്കുകയും അത്രമാത്രം രാവിലെ തൊട്ട് ഒരു 25,000 ഫോൺ കോൾ ഇന്നലെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് അങ്ങോട്ട് വൈകിട്ട്. അതാണ് ഏറ്റവും രസകരമായ കാര്യം. അല്ലേ, കുറച്ചൊക്കെ ടെൻഷൻ അടിച്ചുവെങ്കിൽ പോലും അദ്ദേഹം വളരെ ഭംഗിയായി തന്നെ ഇന്നത്തെ ഈ ഒരു ഇവന്റ് ഇവിടെ ഞങ്ങൾക്കൊക്കെ വരാൻ സാധിച്ചത്, ഞങ്ങളുടെ റേച്ചൽ ടീമിന് വരാനായിട്ട് സാധിച്ചതിന്റെ കാരണക്കാരനാണ് അദ്ദേഹം. അപ്പം ഒരുപാട് നന്ദി ഈ ഒരു വേദിയിൽ പറയാണ്. താങ്ക് യു വെരി മച്ച്. ആൻഡ് ഇനി നമുക്ക് എന്താണ് സന്തോഷം പറയാനുള്ളത്? ശരിക്കും പറഞ്ഞാൽ കണ്ണു നിറയുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും വളരെ പ്രൗഢഗംഭീരമായ ഒരു വേദി എന്ന് പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷം നിറഞ്ഞ നിമിഷം തന്നെയാണ്. ഈ ഒരു കക്കട്ടുകാരുടെ സ്നേഹം, നമ്മുടെ നാദാപുരം കുറ്റ്യാടി കക്കട്ടുകാരുടെ സ്നേഹം എന്താണെന്ന് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ ഹണി മാഡം? കറക്റ്റ് ആയിട്ട് മനസ്സിലായില്ലേ? ഡെഫിനറ്റ്ലി. ആൻഡ് ഭയങ്കര ഒരു സിനിമാ പ്രേമിയാണെന്ന് അറിഞ്ഞു. അതുകൊണ്ടായിരിക്കാം ചിലപ്പം ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ഒരു പ്രോഗ്രാം അങ്ങേക്ക് ഓർഗനൈസ് ചെയ്യാൻ കഴിഞ്ഞത്. ആൻഡ് താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇത് മാത്രമല്ല, അത് മാത്രമല്ല, എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു സിനിമ വലിയൊരു വിജയകരമാക്കി മാറ്റുക മാത്രമാണ് എനിക്ക് നിങ്ങളുടെ റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. താങ്ക്സ് ലോട്ട്. നമുക്ക് 3-4 പേരെ കൂടെ വിളിക്കണ്ടേ അല്ലേ? നമുക്കൊരു 3-4 പേര് നമുക്കൊരു മൊമെന്റോ ഹാൻഡ് ഓവറിങ് ഇന്നിവിടെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അവരെ ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ വേദിയിലേക്ക് ക്ഷണിക്കാനായിട്ട് പോവാണ്. അപ്പം നമ്മളുടെ റേച്ചൽ ടീമിന്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് നമ്മൾ അവരെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യുന്നത്. സോ ആദ്യം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ഡോക്ടർ വിനോദ് കുമാർ. എത്രയും വേഗം അദ്ദേഹം വേദിയിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. നമുക്കൊരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ടുതന്നാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. നമ്മളെ റേച്ചൽ ടീം എല്ലാവരും ചേർന്ന് ഡോക്ടർ വിനോദ് കുമാർ അദ്ദേഹത്തിന് ഇവിടെ ഈ വേദിയിൽ ഒരു മൊമെന്റോ ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. അടുത്തതായി വേദിയിലേക്ക് അഡ്വക്കേറ്റ് സിന്ധുവിനെ സ്വാഗതം ചെയ്യുന്നു. സിന്ധു മാമിനെ ഇവിടെ മൊമെന്റോ ഹാൻഡ് ഓവർ ചെയ്യാണ്. അടുത്തതായിട്ട് നമ്മളുടെ പാർലർ ടീം ഇവിടെ ഉണ്ടോ? പാർലർ ടീം ഉണ്ടെങ്കിൽ എത്രയും വേഗം വേദിയിലേക്ക് വരാം. അതിനോടൊപ്പം തന്നെ നമ്മളുടെ ടീം മാനേജർ വിപിൻ അല്ലെ, വിപിനെ കൂടെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാണ്. വിപിൻ സ്റ്റേജിലേക്ക് എത്രയും വേഗം വരാം. നമ്മളുടെ എൻ്റയർ പാർലർ ടീം നമ്മളുടെ എൻ്റയർ പാർലർ ടീം അലിക്ക ഒരു ടീമും കൂടെ ഉണ്ട്. പാർലർ ടീം അവരൊന്ന് സ്റ്റേജിലേക്ക് പെട്ടെന്ന് വരും. എവിടെ സ്റ്റേജിലേക്ക് കയറിക്കോ. പാർലർ ടീം അവരെ ഒന്ന് സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാണ്. നമുക്ക് പെട്ടെന്ന് സ്റ്റേജിലേക്ക് വരണേ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഒരു ചടങ്ങ് കൂടെ ഉണ്ട്, വേറെ ഒന്നുമല്ല. നമ്മളിവിടെ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ട് നമ്മളൊക്കെ ഇവിടെ വരാൻ കാരണമായിട്ടുള്ള സ്പോൺസർ ഇദ്ദേഹമാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഇവന്റ് ആണിത്. അപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞു ആദ്യത്തെ ഇവന്റ് ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളോട് എല്ലാവരോടും ഒന്ന് ക്ഷമിച്ചേക്കണേ എന്നുള്ളൊരു കാര്യം കൂടെ അദ്ദേഹം ഇപ്പോൾ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊരു തുടക്കമാണ്. കാരണം ഐശ്വര്യത്തോടു കൂടെയുള്ള, എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഒരു എന്താ പറയുക
ഐശ്വര്യമുള്ള ഒരുപാട് മുഖങ്ങൾ ഇന്ന് പറയാൻ സാധിക്കുന്നതിൽ ഒരാളാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹണി റോസ്. അപ്പോൾ ഐശ്വര്യപൂർണ്ണമായിട്ടുള്ളൊരു തുടക്കം തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇവന്റ് ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പം അതിൻ്റെ ഒരു ലോഗോ പ്രകാശനം കൂടെ ഉണ്ട്. ആൻഡ് അത് ഏറ്റുവാങ്ങുന്നത് സൂര്യയുടെ പാർട്ണറാണ് അല്ലേ, ഷഹനാസ് ഒന്ന് സ്റ്റേജിലേക്ക് വരുമോ? അതോടൊപ്പം തന്നെ സന്തോഷിന് ഇടവും വലവുമായി നിൽക്കുന്ന അദ്ദേഹത്തിന്റെ പ്രിയ ഭാര്യയെ കൂടെ ഒന്ന് സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ഭാര്യ വന്നിട്ടുണ്ട്, ബിൻസി. ലോഗോ കൊണ്ട് ഷഹനാസിനെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ഷഹനാസ് റൈറ്റർ അല്ലേ, നല്ലൊരു എഴുത്തുകാരിയാണ്, റൈറ്ററാണ്. ആൻഡ് അതോടൊപ്പം സൂര്യയുടെ ലൈഫ് പാർട്ണർ, ഇത് ബിസിനസ് പാർട്ണറാണ്. ബിസിനസ് പാർട്ണറാണ്, ലൈഫ് പാർട്ണർ വരുന്നുണ്ട് ഞങ്ങളുടെ ബിൻസി. അതുണ്ട്, ഞങ്ങളുടെ ബിൻസിനെയും ആൻഡ് സൂര്യയുടെ 2 കുട്ടികൾ ഇവിടെ ഉണ്ട്.